ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായാണ് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും അമേരിക്ക കക്ഷി ചേരാൻ പാടില്ലാത്ത സംഘർഷത്തിലാണ് അവരിപ്പോൾ പരസ്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം എന്തായാലും അത് അമേരിക്ക അനുഭവിക്കേണ്ടതായി വരുമെന്നതും ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ രൂപം ഇറാൻ ആക്രമണത്തെ തുടർന്ന് മാറിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ വിരൂപ അവസ്ഥയിലേക്കാണ് ഇസ്രായേലും പോകുന്നത്. ഈ പോക്ക് പോയാൽ ബങ്കർ രാജ്യമായ ഇസ്രായേലിലെ ഭരണകൂടവും ജനങ്ങളും തുടർന്നും ബങ്കറിൽ തന്നെ കഴിയേണ്ടതായി വരും. കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ തരിപ്പണമായിരിക്കുന്നത്. ഇത്തരം കെട്ടിടങ്ങളിലെ ബങ്കറിൽ പെട്ടുപോയവരും മരണപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ഇടവേളകളിൽ ബങ്കറുകളിൽ നിന്നും പുറത്തു വന്ന പലർക്കും ബങ്കറുകളിൽ കയറുന്നതിന് മുൻപ് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ചിതറിയ അവശിഷ്ടങ്ങളാണ് കാണേണ്ടി വന്നിരിക്കുന്നത്. ഇത്തരം ഭയാനകമായ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരാത്തത് ഇസ്രായേൽ ഭരണകൂടം അത് തടയുന്നതുകൊണ്ടാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളതെന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും എന്തൊക്കെ ചെയ്യുമെന്നത് ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റുകയില്ല. അവർ ഇതിനകം തന്നെ പല രൂപത്തിലുള്ള തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കയ്ക്ക് അകത്തുപോലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ടെന്നത് CIA ഉൾപ്പെടെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി ഭയന്ന് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി തയ്യാറാക്കി വെച്ചതായാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലും പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൌസിന് നേർക്ക് ആക്രമണമുണ്ടായാൽ ട്രംപിനും സംഘത്തിനും സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ അനേകായിരം പേരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന ഭ്രാന്തനായ ഒരു പ്രസിഡന്റായാണ് അമേരിക്കൻ ജനത പോലും ട്രംപിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.